നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷനെതിരെ നിയമ നടപടിയുമായി BJP. വോട്ട് അസാധുവാക്കിയതിനെ ചോദ്യം ചെയ്യും. BJP ചെയ്തത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യമെന്ന് അഹമ്മദ് പട്ടേൽ ന്യൂസ് 18നോട്. കൂറുമാറിയ MLA-മാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ BJPക്കും കോൺഗ്രസിനും ആശയക്കുഴപ്പം. സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ സർക്കാർ ഫീസ് അംഗീകരിച്ച് ഹൈക്കോടതി. 5 ലക്ഷം രൂപ ഫീസ് വാങ്ങാം. ഓരോ കോളേജിന്റെയും ഫീസ് ഘടന നാളെ പ്രഖ്യാപിക്കണം. പ്രവേശന നടപടികൾ തുടരാനും ഹൈക്കോടതിയുടെ അനുമതി. വിധിയിൽ സന്തോഷമെന്ന് ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോഴ റിപ്പോർട്ട് ചോർത്തിയതിൽ BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനെതിരെ നടപടി. സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. നടപടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം. വാട്സത്രയായി എന്ന് തുടങ്ങിയതാണ് ഈ കലാപരിപാടി. കലമ്പർ സതീശന്റെ കൊലപാതകം മുതൽ തുടങ്ങിയതല്ലേ? മരിച്ചു പോണ്ടേ, പ്രാർത്ഥിക്കുക. കോടിയേരിക്കെതിരെ ഭീഷണി പ്രസംഗവുമായി ശോഭാ സുരേന്ദ്രൻ. വയസ്സ് എത്രയായി, തെക്കോട്ടെടുക്കണ്ടേ എന്ന് ചോദ്യം. ശിഷ്ടകാലം പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നും ഉപദേശം. പാർലമെന്റിൽ BJPയെ കടന്നാക്രമിച്ച് സോണിയാഗാന്ധി. ദേശസ്നേഹം പറയുന്നവർ സ്വാതന്ത്ര്യ സമരകാലത്ത് എവിടെയായിരുന്നുവെന്ന് സോണിയ. ബ്രിട്ടീഷുകാരെ പുറത്താക്കിയതുപോലെ അഴിമതിയെയും തുടച്ചു നീക്കണമെന്ന് പ്രധാനമന്ത്രി. ഖത്തറിലെത്താൻ ഇനി വിസ വേണ്ട. ഇന്ത്യ അടക്കം 80 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ഇളവ്. ഖത്തറിൽ എത്തിയ ശേഷം വിസ നേടാൻ സംവിധാനം. നടപടി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ഗുജറാത്തിൽ തോൽവി ആരുടേത്? ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്ത MLA-മാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശയക്കുഴപ്പം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നടപടി വേണമോ എന്നതിൽ BJPയിലും കോൺഗ്രസിലും ഭിന്നാഭിപ്രായമുണ്ട്. ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതാണ് ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചെയ്തത് എന്ന് അഹമ്മദ് പട്ടേൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശം മാത്രം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിലെടുത്തിരുന്നെങ്കിൽ അഹമ്മദ് പട്ടേലിന്റെ വിജയം സാധ്യമാകുമായിരുന്നില്ല. വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ 5:20 റിട്ടേണിംഗ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കോൺഗ്രസിന്റെ പരാതി ലഭിച്ചുവെന്ന അറിയിപ്പ് നൽകിയത്. 2 MLA-മാർ ചട്ടവിരുദ്ധമായി വോട്ട് ചെയ്തെന്നാണ് കോൺഗ്രസിന്റെ ആരോപണമെന്നും ഇത് പരിശോധിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തിയെന്നുമായിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ അറിയിപ്പ്. എന്നാൽ അപകടമണത്ത കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട് പരാതി നൽകി. ഈ പരാതിയാണ് പിന്നീട് 2 വിമത MLA-മാരുടെ വോട്ട് അസാധുവാക്കാൻ കാരണമായതും അഹമ്മദ് പട്ടേലിന്റെ വിജയം എളുപ്പമാക്കിയതും. പണവും അധികാരവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടിയാണ് തന്റെ വിജയമെന്ന് അഹമ്മദ് പട്ടേൽ പ്രഖ്യാപിച്ചതും ഏറ്റവും ഒടുവിലുണ്ടായ ഈ നീക്കങ്ങൾ കൂടി കണക്കിലെടുത്താണ്. Restore or maintain whatever it is. Our democracy should not become like a banana republic or something like that. ഇതിനിടെ കൂറുമാറി വോട്ട് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിലും BJPയിലും അഭിപ്രായ ഭിന്നതയുണ്ട്. ഗുജറാത്ത് പരിവർത്തൻ പാർട്ടിയിൽ നിന്ന് വിജയിച്ച് BJPയിൽ ചേർന്ന പട്ടേൽ വിഭാഗക്കാരനായ നിതിൻ കൊട്ടാഡിയ അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്തിരുന്നു. നിതിൻ കൊട്ടാഡിയക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ഇതിനോടകം തന്നെ തെറ്റി നിൽക്കുന്ന പട്ടേൽ വിഭാഗത്തെ കൂടുതൽ അകറ്റാൻ കാരണമാകുമെന്നാണ് ഒരു വിഭാഗം BJP നേതാക്കളുടെ നിലപാട്. വഗേലയ്ക്കൊപ്പം പോയ വിമതരെ പുറത്താക്കുന്നത് ഒരു ഗുണവും ചെയ്യില്ലെന്നാണ് വോട്ട് അസാധുവാക്കപ്പെട്ട MLA-മാരുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം അഹമ്മദ് പട്ടേലിന്റെ വിജയം ഗുജറാത്തിലെ കോൺഗ്രസിനൊപ്പം രാജ്യവ്യാപകമായി പ്രതിപക്ഷ ഐക്യത്തിനും ശക്തി പകർന്നിട്ടുണ്ട്. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. CPM നേതാവ് ശ്രീ CP നാരായണൻ MP അദ്ദേഹം ഡൽഹിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കൊല്ലത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. കോൺഗ്രസ് നേതാവ് ശ്രീ KVS ഹരിദാസ് BJP അനുകൂലിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം കൊച്ചിയിലുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഡൽഹിയിൽ നിന്നും ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ CP നാരായണൻ, അഹമ്മദ് പട്ടേലിൻ്റെ ഗുജറാത്തിലെ വിജയം കോൺഗ്രസിനെ വലിയ തോതിൽ ഊർജ്ജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് മാത്രമല്ല, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും അത് വലിയ തരത്തിൽ ഏതോ തരത്തിൽ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്ന് സന്തോഷിക്കുന്നതായി കാണുന്നു. എന്തുകൊണ്ടാണത്? ഈ സംഘപരിവാരത്തിനെതിരായിട്ടുള്ള വിദ്വേഷം, സംഘപരിവാരത്തോട് മറ്റെല്ലാവർക്കുമുള്ള എന്തോ തരത്തിലുള്ള വിദ്വേഷം കൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട്, ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എന്തുകൊണ്ടാണ് ഇത് മാറുന്നത്?
സമീപകാലത്ത് 2 പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അത് BJP ആയിട്ടുള്ള തൻ്റെ ബന്ധം, JDUവിൻ്റെ ബന്ധം വിടർത്തി പുതിയൊരു മുന്നണി, അവിടുത്തെ RJD ആയിട്ടും കോൺഗ്രസുമായിട്ട് ചേർന്ന് മുന്നണി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ വിജയം നേടി വന്ന നിതീഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ JDUവിനെ അടർത്തിയെടുത്ത് വീണ്ടും ജനവിധി തേടാതെ, കാരണം ജനവിധി അവിടെ ബീഹാറിൽ ഉണ്ടായിരുന്ന ജനവിധി BJPക്ക് എതിരായിരുന്നു, വീണ്ടും ജനവിധി തേടാതെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു BJP കൂടി ചേർന്നുകൊണ്ടൊരു ഗവൺമെൻറ് ഉണ്ടാക്കി. അത് ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് വളരെ തെറ്റായൊരു സന്ദേശമാണ് നൽകുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഗുജറാത്തിൽ അവിടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. MLA-മാരാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ആ വോട്ട് MLA-മാരുടെ പിന്തുണ നേടിയെടുക്കുന്നതിൽ BJP നേതൃത്വം കാണിച്ച, പത്രങ്ങളിൽ കാണുന്നതാണ്, ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത്, മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ എല്ലാ തരത്തിലും പാർലമെൻ്ററി ജനാധിപത്യത്തിന് കഴിഞ്ഞ 70 വർഷക്കാലമായി, നമുക്ക് സ്വാതന്ത്ര്യം നേടിയ ശേഷമുള്ള കാലമെടുത്താൽ ഈ 70 വർഷക്കാലമായിട്ടുള്ള കീഴ്വഴക്കങ്ങളെ ആകെ തകിടം മറിക്കുന്ന രീതിയിൽ തുടർച്ചയായി BJP നേതൃത്വം ചെയ്യുന്ന നടപടികൾ, അതിൽ ഗുജറാത്തിൽ ആ തരത്തിലുള്ള നീക്കങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഹമ്മദ് പട്ടേൽ വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടം മാത്രമല്ല, ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെ, അതിലെ കീഴ്വഴക്കങ്ങളെ, അതിൽ മാനിക്കേണ്ട, എന്നും കാത്തു സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളെ തകിടം മറിച്ചതിന് ഒരു നല്ല ഒരു ശിക്ഷ കിട്ടി എന്നാണ് ഇന്നലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തോന്നിയത്. അത് കോൺഗ്രസ്സിന് മാത്രമല്ല, ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും, അതിലുപരി ഇന്ത്യയിലെ ജനങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം CP നാരായണൻ താങ്കളിലേക്ക്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ആശ്വാസം നൽകുന്നതാണ് എന്ന് പറയാമെന്നല്ലാതെ കോൺഗ്രസിന് ഊർജം നൽകുന്ന ഒന്നാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടാകുമോ? എന്തുകൊണ്ടെന്നാൽ വലിയ തോതിലുള്ള അധ്വാനം വേണ്ടി വന്നു. അങ്ങേയറ്റം പാതിരാത്രി മുഴുവൻ കാത്തിരുന്നുള്ള ആശങ്കാജനകമായ സമയത്തിനൊടുവിലാണ് അമിത്ഷായുടെയും BJPയുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ നേരിയ തോതിലുള്ളൊരു വിജയം അഹമ്മദ് പട്ടേലിനുണ്ടായത്. അതുകൊണ്ട് ആശ്വാസകരമാണ് എന്ന് പറയുക എന്നതല്ലാതെ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസ്സിന് വലിയ തോതിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകുന്നതാണ് ഇത് എന്ന് വിചാരിക്കുന്നത് തെറ്റാവുകയില്ലേ? അല്ല സനീഷേ, ഞാനിപ്പോൾ ബഹുമാന്യനായ ശ്രീനാരായണൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ അഹമ്മദ് പട്ടേൽ രാജ്യസഭയിലേക്ക് വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിനേക്കാൾ അപ്പുറമായിട്ട് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ കാണുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. കാരണം പച്ചയായ ജനാധിപത്യ കശാപ്പുമായി കടന്നു വന്ന് മണിപ്പൂർ, അതുപോലെ തന്നെ ഗോവ, അതുപോലെ തന്നെ സിക്കിം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലടക്കം പിളർപ്പിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അടക്കം കടന്നു വന്ന് അന്യൻ്റെ അടുക്കളയിൽ കയറി അപകടകരമായ രീതിയിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് അമിത്ഷായുടെയും അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും കൂട്ടുകെട്ട് പരിശ്രമിച്ചു വരുമ്പോൾ അതിന് ഒരു ശക്തമായ തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളുടെ വിലയിരുത്തൽ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഊർജം ഉണ്ടോ ഊർജം ഇല്ലയോ എന്നുള്ള ചോദ്യം ജനാധിപത്യ വിശ്വാസികൾ അർപ്പിക്കുന്ന ഊർജം തന്നെയാണ് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഓഗസ്റ്റ് 9-ാം തീയതി നേരം വെളുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ 1 മണിക്ക് 2 മണിക്ക് കിട്ടുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ ചരിത്രവുമായി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ജനാധിപത്യത്തിലേക്ക് വീണ്ടും ഇടപെടുവാൻ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടികൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ പ്രത്യേകമായ ഉണർവുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട. ഇവരുടെ മുഖം മൂടി ഇവിടെ BJPയുടെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ BJP പ്രസിഡന്റ് അമിത്ഷായുടെയും മുഖം മൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഹാളിനകത്ത്
ഏത് ഭാവത്തിലാണ് അമിത്ഷാ എന്ന് പറയുന്ന BJPയുടെ പ്രസിഡന്റ് ഇരുന്നത്? ഒരു സ്ഥാനാർത്ഥിക്ക് അവിടേക്ക് കടന്നു ചെല്ലാം, അത് പാർലമെന്റ് ആവട്ടെ പഞ്ചായത്തിലാകട്ടെ, സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളുകളിൽ കയറി ഇരിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുമ്പോഴും അവിടെ പാലിക്കേണ്ട സകല മര്യാദകളും പാലിച്ചുകൊണ്ടാണ് ഇക്കാലം അത്രയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളും ഇരുന്നിട്ടുള്ളതെങ്കിൽ ഏത് തരത്തിലുള്ള ഭീഷണിയുടെയും സമ്മർദ്ദത്തിൻ്റെയും ഒരു നോട്ടം കൊണ്ടും അല്ലെങ്കിൽ സൂചന കൊണ്ടും അടക്കം സമ്മർദ്ദവും ഭീഷണിയും ഉയർത്തി തന്നെയാണ് അമിത്ഷാ എന്ന് പറയുന്ന BJPയുടെ പ്രസിഡന്റ് ഇന്നലെ നിയമസഭ ഹാളിൽ ഇരുന്നിട്ടുള്ളത്. നമ്മളൊക്കെ നിങ്ങളുടെ ചാനലിനെ അടക്കം വിശ്വസിക്കാമെങ്കിൽ നമ്മളൊക്കെ ഇത് കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധിക്കാരത്തിൻ്റെയും ഗർവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. സാധാരണഗതിയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ട് മുൻപേജിൽ ഒരു ചെറിയിടത്ത് പത്രങ്ങളിൽ വാർത്ത മാത്രം വരുന്നൊരു സംഗതിയെ ഇത്ര വലിയ സംഭവമാക്കി മാറ്റിയത് അമിത്ഷാ ആണല്ലോ, BJP ആണല്ലോ. കോൺഗ്രസിനെ നിശേഷം തുടച്ചു നീക്കണം എന്ന വാശി, അതിനായിട്ട് ഏത് വഴിയും ഏത് തെറ്റായ വഴിയും സ്വീകരിക്കുമെന്ന ദുഷ്ടലാക്ക്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ എടുത്തത്? എന്തെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ലോ അതിന് പിന്നിൽ. അതാകെ തന്നെയും പൊളിഞ്ഞുപോയി എന്നതല്ലേ ഈ പറയുന്ന അമിത്ഷായും സ്മൃതി ഇറാനിയും വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെടാൻ പോയ ഒരാൾ വിജയിച്ചതിനെ ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാക്കിയിട്ട് മാറ്റിയത്? അമിത്ഷാ എന്ന വലിയ തന്ത്രജ്ഞന് പറ്റിയ ഏറ്റവും വലിയ പിഴവായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? സനീഷെ, ഞാൻ അമിത്ഷായുടെ പിഴവായിട്ട് അതിനെ കാണുന്നില്ല. പക്ഷേ അവിടെ 3 പേരും ജയിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരു ആവേശവും വിജയാഹ്ലാദവും ഇന്നില്ല എന്നത് വസ്തുതയുമാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു ചെറിയ പ്രശ്നമുണ്ട്. BJPയുടെ പിന്തുണയിൽ മാത്രം ആശ്രയിച്ചായിരുന്നില്ല മൂന്നാമത്തെ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നത്. കോൺഗ്രസ് വിട്ടു വന്നൊരാളാണ് അദ്ദേഹം, കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ കൂടെ പിന്തുണ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അത്തരം ഒരു മത്സരത്തിന് BJP പുറപ്പെട്ടത്. അവിടെ ഒരു 2 കോൺഗ്രസ് MLA-മാരുടെ ബൂത്തിനകത്തെ പ്രവർത്തനം ഇപ്പോൾ വിവാദമാണത്. അതിപ്പോൾ കോടതിയിലേക്ക് പോകുന്നു എന്ന് BJP പറഞ്ഞു. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ്റെ നിരീക്ഷണത്തിൽ അത് തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ അറിയാം, ഗുജറാത്തിൽ നിന്ന് BJP നിശ്ചയിച്ചിരുന്ന 3 പേരും വിജയിക്കുമായിരുന്നു. ആ MLA-മാർ കാണിച്ച വിവരക്കേടെന്നോ അല്ലെങ്കിൽ കാണിച്ച ദോഷ്യത്തിനോ അമിത്ഷായെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, BJPയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. BJP അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു, ആ 2 വോട്ടിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ 2 വോട്ട് കൂടി പോൾ ചെയ്തിരുന്നെങ്കിൽ ആദ്യ റൗണ്ടിൽ ജയിക്കാൻ 45 വോട്ട് വേണ്ടി വരുമായിരുന്നു. ആ 45 വോട്ട് അഹമ്മദ് പട്ടേലിന് കിട്ടുമായിരുന്നില്ല. സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് എണ്ണിയിരുന്നുവെങ്കിൽ BJPയുടെ 2 സ്ഥാനാർത്ഥികൾക്കും അമിത്ഷായ്ക്കും സ്മൃതി ഇറാനിക്കുമുള്ള ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ചെയ്തവരുടെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് ഈ പറയുന്ന മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് പോകുമായിരുന്നു, അവിടെ ജയിക്കുമായിരുന്നു. ആ കണക്കുകൂട്ടലുകളിലൊന്നും പ്രശ്നമുണ്ടായിട്ടില്ല, യാതൊരു സംശയമില്ല. പക്ഷെ അങ്ങനെ ഒരു അബദ്ധം അവിടെ പിണഞ്ഞിട്ടുണ്ട്. അത് കോടതിയിലേക്ക് പോകാൻ പോകും, അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം കാണാതെ പോയിക്കൂടെ, ഗുജറാത്തിലെ കോൺഗ്രസിനകത്ത് ഒരുപാട് ആഭ്യന്തര അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. സാങ്കേതികമായിട്ടൊരു വിജയം ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന 2 MLA-മാരുടെ അമിതാവേശം, വിഡ്ഢിത്തമെന്നോ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ ബാലറ്റ് ഉയർത്തിക്കാട്ടുക അമിത്ഷായ്ക്ക് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടന്നേനെ, അഹമ്മദ് പട്ടേൽ തോറ്റുപോയേനെ. നമ്മളിതിൻ്റെ ജനാധിപത്യത്തിൻ്റെ വെളിച്ചം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ, ജനാധിപത്യത്തിൽ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ, ഈ പറയുന്നൊരു ടെക്നിക്കൽ ഫെയിലിയർ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ വിവരക്കേട് എന്ന് മാത്രം പറയാവുന്ന ഒരു സംഗതി കൊണ്ടാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത് എന്ന് കാണണം. രണ്ടാമത്തേത്, അഹമ്മദ് പട്ടേലാണ് വിജയിച്ച് വന്നിരിക്കുന്നത്. അദ്ദേഹവും ഇതുപോലുള്ള കളികളുടെയൊക്കെ ആശാനായിരുന്നു എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കുതിരക്കച്ചവടമാണ് ഇവിടെ നടന്നതെങ്കിൽ ഇതുപോലുള്ള കളികൾ മുൻകാലങ്ങളിൽ പല ഘട്ടത്തിലായിട്ട് ആ പാർട്ടിയും നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ളൊരു വിജയം, ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള വിജയം, അതിനെ നമ്മൾ ജനാധിപത്യത്തിൻ്റെ വെളിച്ചമാണ്, പുനഃസ്ഥാപനമാണ്, ജനാധിപത്യത്തിൽ ഗുണകരമാണ് എന്നൊക്കെ പറയുമ്പോൾ കടന്നു പോകുമോ ആ വിശേഷങ്ങൾ എന്നതാണ് എൻ്റെ സംശയം. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുള്ളത് കൊണ്ടാണ് ആദ്യം പറഞ്ഞത്, അഹമ്മദ് പട്ടേലിൻ്റെ വ്യക്തിപരമായ വിജയമായിട്ടല്ല കാണുന്നത്.
നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അഹമ്മദ് പട്ടേലിൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് കേരളം മുതൽ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ചരിത്രത്തിലേക്ക് പോകണ്ട. അത് ഇപ്പോൾ BJP ആവർത്തിക്കുകയാണ്. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ സാങ്കേതികമായിട്ട് ഉള്ള ഒരു വിജയമായിട്ട് ഇതിനെ കണ്ടുകൂടാ. എന്താ കാരണം? കോൺഗ്രസിൻ്റെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകൾ അവരുടെ മെയിൻ സ്റ്റേ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ 31 വോട്ട് BJPയുടെയാണ്. കോൺഗ്രസിൽ നിന്ന് മാറി വന്നത് 7 പേരാണ് വഘേലയുടെ നേതൃത്വത്തിൽ. പിന്നെ ബാക്കിയുള്ളവരെ ചാക്കിട്ട് പിടിക്കുകയാണ്. ഈ ചാക്കിട്ട് പിടുത്ത രാഷ്ട്രീയം തെറ്റാണ് എന്ന് നിയമമുണ്ടാക്കി. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1960 62 നിയമത്തിൽ 39 വകുപ്പുണ്ട്. അതിൽ ഉള്ള ആ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു MLAമാർ അവരുടെ അതാത് കക്ഷിയുടെ വിപ്പിന് മാത്രമേ അവർ ചെയ്ത വോട്ട് കാണിക്കാവൂ, ബാക്കി ആരെയും കാണിച്ചുകൂടാ. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച ആളുകൾ അവർക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം കോൺഗ്രസ് നിർത്തിയതാണ്, അവർ സ്വയം നിന്നതല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോഴാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്നത്. അങ്ങനെ ജയിച്ചു വന്ന ആളുകൾ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇഷ്ടം പോലെ ഇറങ്ങിപ്പോയി മറ്റാർക്കും വോട്ട് ചെയ്യാൻ അതിന് നിയമം ചട്ടം അനുവദിക്കുന്നില്ല. ആ ചട്ടത്തെ ലംഘിച്ചവർ ആ ലംഘിച്ചതിന് കീഴ്വഴക്കമുണ്ടായത് കൊണ്ടാണ് ഇന്നലെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നതാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു, മോദിക്കും അമിത്ഷായ്ക്കും വളരെ വേണ്ടപ്പെട്ടവനാണ് എന്നൊക്കെ ഇന്നലെ രാത്രി ഈ സമയത്ത് പല ചാനലുകളിലും ചർച്ച നടന്നതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് BJPക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നത് കഴിഞ്ഞ വർഷവും 2000 ആണ്ടിലും ആ ചട്ടമനുസരിച്ച് ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അക്കാലത്ത്. അതിന് വിരുദ്ധമായൊരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല. അതുകൊണ്ടാണ് ആ 2 പേരെ അവരുടെ വോട്ട് അസാധുവാക്കിയത്, ആ തീരുമാനമെടുത്തത്. അപ്പോൾ ശ്രീ ഹരിദാസ് പറയുന്നത് പോലെ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, അങ്ങനെ ആവാത്തത് ഇവിടെ അംഗീകരിക്കപ്പെട്ട ചട്ടമുണ്ട്, അത് നടപ്പാക്കിയ കീഴ്വഴക്കമുണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അത് അഹമ്മദ് പട്ടേലിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ല. ഈ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ അതിനെ തോന്നിയ പോലെ കശാപ്പ് ചെയ്യുന്നതിന് എതിരായി ജനാധിപത്യ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്ക്, അത് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഉള്ള താല്പര്യമനുസരിച്ച് ആ താല്പര്യമാണ്, അവരുടെ പ്രതീക്ഷയാണ് ഇന്നലെ ഈ അവസാനമായിരിക്കുന്നത്. അതാണ് ശ്രീ KVS ഹരിദാസ്, അതാണ് അതിന്റെ പ്രാധാന്യം, അതാണ് അതിന്റെ പോയിന്റ്, അതാണ് അദ്ദേഹം ഊന്നി പറയുന്നത്, അദ്ദേഹം വ്യക്തമാക്കി പറയുന്ന ആ കാര്യമാണ്. അതായത് ഈ അദ്ദേഹത്തിൻ്റെത് ശ്രീ അമിത്ഷായുടേത് ഏതോ തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണല്ലോ, ജാതിയെയും മതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർത്ത് വെച്ച് നമ്പർ ഒപ്പിക്കുക എന്ന കാര്യം. അദ്ദേഹം അതിൽ വളരെയേറെ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അദ്ദേഹം അക്കാര്യത്തിൽ സമർത്ഥമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കുക എന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ നടക്കാത്തതായിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ആ നിലക്കുള്ള ഈ നാട്ടിൽ നടന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ മേഖലയിലുള്ള ചട്ടങ്ങൾ, നിയമപരമായിട്ടുള്ള ചട്ടങ്ങൾ, രാഷ്ട്രീയ മേഖലയിലെ കീഴ്വഴക്കങ്ങൾ, ധാർമ്മികത, ഇവയൊക്കെ തള്ളിക്കളഞ്ഞ് എൻ്റെ എഞ്ചിനീയറിങ്ങിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചാൽ കാര്യങ്ങളെ കൊണ്ടുപോകാം എന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ധാർഷ്ട്യത്തിനേറ്റ അടി എന്ന നിലക്ക് കൂടിയാണ് ഇവിടെ സംവിധാനങ്ങൾ, ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങൾ അതിൻ്റെ പൂർണ്ണമായ ശക്തിയിൽ നിലനിൽക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലുള്ള കാര്യങ്ങളെ മാറ്റിപ്പോവുക, BJP സംഘപരിവാര അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെയും എളുപ്പമല്ല, ആ സംവിധാനം അത്രയ്ക്ക് സുദൃഢമാണ് എന്ന് വീണ്ടും ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഗുജറാത്തിലെ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ വിധി പ്രധാനമാകുന്നതെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. കോൺഗ്രസിൻ്റെ കുഴപ്പങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ആ നിലക്ക് ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അഹമ്മദ് പട്ടേലിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സവിശേഷത കാണാത്ത ആളുകൾക്ക് പോലും ഇത് സന്തോഷമുളവാക്കുന്നതായി മാറുന്നത്. താങ്കൾ അത് കാണുന്നില്ലേ? അല്ല, BJPയുടെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതിൽ ശ്രീ CP നാരായണന് സന്തോഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ സനീഷ്, ഞാൻ പറഞ്ഞത് അതല്ല. അവിടെ ആ 2 കോൺഗ്രസ് MLAമാരുടെ വോട്ട്
കോൺഗ്രസിൽ നിന്ന് കൂറുമാറി വന്ന് മത്സരിച്ച് രാജ്യസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ രണ്ടുപേരും BJPക്ക് വോട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നതും. പക്ഷേ വോട്ട് ചെയ്തതിന് ശേഷം അവിടെ കോൺഗ്രസിൻ്റെ വിപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഏജൻറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണിച്ചു ആ ബാലറ്റ്. അതിന് പുറമേ തിരിഞ്ഞിട്ട് അമിത്ഷായെയും കൂടി കാണിച്ചു എന്നതാണ് ആക്ഷേപം. അപ്പോൾ ആ ആക്ഷേപമാണ് ഇലക്ഷൻ കമ്മീഷൻ ശരിവച്ചിട്ടുള്ളത്. സാങ്കേതികമായിട്ട് ആ ഒരു 2 MLA-മാർ കാണിച്ച വിവരക്കേട്, സനീഷ് തന്നെ ഉപയോഗിച്ച വാക്ക് തന്നെ ഞാൻ ആവർത്തിക്കുന്നത്, ആ വിവരക്കേട് കൊണ്ട് മാത്രമാണ് അവിടെ അഹമ്മദ് പട്ടേൽ ജയിച്ചത്, BJPയുടെ 3ാമത്തെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഈ കൂറുമാറ്റവും കാലുമാറ്റവും ഒക്കെ ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം തന്നെയാണ് അതിന് BJPയെ പ്രേരിപ്പിച്ചത്. BJPയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിലെ അംഗങ്ങൾ വന്നാൽ ഞങ്ങൾ എന്തിന് കൈ ഒഴിച്ച് നിർത്തണം എന്ന് BJP ചിന്തിച്ചാൽ അതിശയിക്കാനുണ്ടോ? അതല്ലേ അവിടെ സംഭവിച്ചത്. അല്ലാതെ ഇപ്പോൾ ആക്ഷേപങ്ങളുണ്ട്, 15 കോടി കൊടുത്തു, 25 കോടി കൊടുത്തു എന്നൊക്കെ തന്നെ. പക്ഷേ 15-25 കോടി കൊടുത്തിട്ട് വാങ്ങുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ വാങ്ങാമായിരുന്നില്ലേ BJPക്ക് വേണമെങ്കിൽ? അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സൂചിപ്പിച്ചതും അവിടെ BJPക്ക് 3ാമതൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ തന്നെയാണ്. കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കാമെന്നുള്ള ഉറപ്പ് കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായിരുന്ന വ്യക്തിക്ക് കൊടുത്തു എന്നതാണ്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനാകുന്നത് എന്ന് നോക്കണമല്ലോ. രാഷ്ട്രീയമായിട്ട് ദാർഢ്യമില്ലാത്ത ആളുകളാണ്, മനോദാർഢ്യമില്ലാത്ത ആളുകളാണ്, രാഷ്ട്രീയമായി സ്വന്തം രാഷ്ട്രീയത്തിൽ ഉറപ്പില്ലാത്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ. എന്തിന് കൂടെ നിൽക്കണം എന്ന തോന്നലുണ്ടാവുകയാണ്. ശങ്കർ സിംഗ് ബഗേല ആദ്യം തന്നെ അങ്ങ് പോയി, അദ്ദേഹത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല. 6 MLA-മാരാണ്, 6 MLA-മാർ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു സാഹചര്യത്തിലൊക്കെ ആലോചിച്ചാൽ അത്ഭുതകരമായിട്ട് തോന്നും. 6 MLA-മാരെ ഈ പറഞ്ഞ പണത്തിനോ മറ്റ് അധികാര സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്തോ കൊണ്ടുപോവുകയാണ് അമിത്ഷാ. ഈ പറയുന്ന സാങ്കേതികമായിട്ട് അതിൽ 2 പേർ അവരുടെ അറിവില്ലായ്മ കാണിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ഈ സംഘപരിവാര അനുകൂലികളല്ലാത്ത ആളുകളെല്ലാം സന്തോഷ പ്രകടനം നടത്തുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്നത് ആകുമായിരുന്നില്ലെന്നില്ല, അദ്ദേഹത്തിൻ്റെ കണക്ക് വളരെ കൃത്യമായിട്ട് ഫലിക്കുമായിരുന്നു. ഈ 44 ആളുകളെയും കൊണ്ട് ഒളിവിൽ പോകേണ്ടി വന്നു കോൺഗ്രസ്സിന്. എത്രയോ കാലം രാജ്യം ഭരിച്ചൊരു പാർട്ടി, ആ പാർട്ടിയുടെ MLA-മാർ എന്ന നിലയിലേക്ക് എത്തിയ ആളുകൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള അവനവൻ ഉറപ്പില്ലാത്ത ആളുകൾ, അവനവൻ്റെ മനസ്സിൽ അവനവൻ്റെ രാഷ്ട്രീയത്തിൽ ഉറപ്പില്ലാത്ത ആളുകളെ ഉണ്ടാക്കിയ കോൺഗ്രസ്സാണ് ഈ പ്രധാനപ്പെട്ട കുറ്റക്കാർ എന്ന് കാണേണ്ടതല്ലേ? അല്ലാതെ ഈ ഘട്ടത്തിൽ നമ്മൾ ഈ സന്തോഷിക്കുന്നതിന് അടിത്തറയില്ലാത്ത സന്തോഷം മാത്രമായിരിക്കും എന്നും കാണേണ്ടതല്ലേ? അല്ല സനീഷ, അത് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഈ വിഷയത്തെ കാണാൻ തയ്യാറാവണം. ഇതിനകത്ത് ശ്രീ KVS ഹരിദാസിനെ പോലെയുള്ളവർ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നത് വളരെ കഷ്ടമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കോൺഗ്രസിനകത്ത് ദുർബലരായ ആളുകളെ അല്ലെങ്കിൽ സംഘടനാബോധമില്ലാത്തവരെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങളൊക്കെ തന്നെ വിളിക്കുന്ന ഓമന പേരാണല്ലോ സോഷ്യൽ എഞ്ചിനീയറിങ്. ഇതിനെയാണോ സോഷ്യൽ എഞ്ചിനീയറിങ് എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അടക്കം ജാതിയും അതുപോലെ തന്നെ വർഗീയതയും ഉപജാതിയും ഒക്കെ പറഞ്ഞ് രാജ്യത്തിൻ്റെ ഭരണഘടന പോലും ചവിട്ടി മെതിച്ചുകൊണ്ട് നമുക്കറിയാം UP അടക്കമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള വികസനത്തിൽ തുടങ്ങി ഏറ്റവും അവസാനം ആളുകളെ മൃതശരീരം അടക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൊണ്ടുവന്നത് അടക്കമുള്ളത് ഇതൊക്കെ ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഗുജറാത്തിലെ MLA-മാരെ എങ്ങനെ, ശങ്കർ സിംഗ് ബഗേലയുടെയൊക്കെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാലുമാറ്റങ്ങളും കൂടുമാറ്റങ്ങളും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ ഇവിടെ 2 പേര് എന്ത് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ അമിത വേഗതയിൽ ഓടിപ്പോകുന്നൊരു വണ്ടി, യാതൊരു നിയന്ത്രണവുമില്ലാതെ ഓടി പാവങ്ങളെ അടക്കം കൊന്നടുക്കിയിട്ട് മുന്നോട്ട് പോകുന്നൊരു വണ്ടി, അതല്ലേ സത്യത്തിൽ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ ഈ രാജ്യത്തെ സാധാരണക്കാർ ഇപ്പോൾ തയ്യാറായി. അപ്പൊ ഇതിനകത്ത് അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാക്കല്ല. സനീഷ്, എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട്. തിരിച്ചു വരാം, ഞാൻ അദ്ദേഹത്തിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ CP നാരായണൻ, ഇത് ഇപ്പോൾ ഈ കുതിരക്കച്ചവടമെന്ന ചീത്ത പ്രയോഗമൊന്നും ചീത്തയായ പ്രയോഗമൊന്നും ആരും പ്രയോഗിച്ച് കാണുന്നില്ല. ഇപ്പോൾ അതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അമിത്ഷായുടെ ചാണക്യതന്ത്രം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഇതെങ്ങനെയാണ് ഇതിനൊരു ചീത്തപ്പേരില്ലാതെ ആയി മാറിയത്? പണവും
സ്വാധീനവും അധികാര പദവിയും നൽകി തന്നെയാണ് ഈ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ ഇത്രയും നാൾ കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ പെട്ടെന്ന് അവരുടെ രാഷ്ട്രീയ മനംമാറ്റമുണ്ടായി ഹിന്ദുത്വ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് കാണുക സാധ്യമല്ലല്ലോ. പണം തന്നെയായിരിക്കണം അതിനകത്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ഇത് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളെ മതേതര പാർട്ടികൾ അല്ലെങ്കിൽ സംഘപരിവാര വിരുദ്ധപക്ഷത്തുള്ള പാർട്ടികൾക്ക് ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞ് എതിർക്കാൻ സാധിക്കാതിരിക്കുന്നത്? ഇതിപ്പോൾ സാങ്കേതികമായി അവരുടെ രണ്ടുപേരുടെ അബദ്ധം കൊണ്ട് മാത്രമുണ്ടായ വിജയമാണല്ലോ ഇത്. അല്ല, അത് മാത്രമല്ല, അതിലെ ഒരു പ്രധാന ഘടകം നിങ്ങൾ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ഈ വക കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ന്യൂസ് 18 എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ന്യൂസ് 18-ൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തികവും ഞാൻ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മൊത്തത്തിലെടുത്താൽ, അത് ദൃശ്യമാധ്യമങ്ങളായാലും വിഷ്വൽ മാധ്യമങ്ങളായാലും, അവയിൽ ഈ വൻകിട മുതലാളിമാരുടെ വലിയ സ്വാധീനം ഞങ്ങളിവിടെ ഡൽഹിയിലത് നിത്യേന കാണുകയാണ്. അപ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്നതാണ് ഇവിടുത്തെ ഭരണകക്ഷി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ രാഷ്ട്രീയമായ ധാർമ്മികതയെയും ധാർമ്മിക മൂല്യങ്ങളെയും എല്ലാം ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചരണം നടത്താൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള ബോധം, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ വളരെ ഗംഭീരമാണ്. വാസ്തവത്തിൽ ചാക്കിട്ടുപിടുത്തത്തിൻ്റെ വേറെ രൂപമാണ്. പൈസ കൈകാര്യം ചെയ്തോ അല്ലെങ്കിൽ ജാതിമത സ്വാധീനങ്ങൾ ഉപയോഗിച്ചൊക്കെയുള്ള രാഷ്ട്രീയമായ മുതലെടുപ്പാണ്. അത് നടത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ വേറെ രൂപമാണ് ഇപ്പോൾ ഗുജറാത്തിൽ കാണുന്നത്. അതുതന്നെയാണ് ശങ്കർ സിംഗ് വഘേല ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിയ ഈ നീക്കവും. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ, 31 വോട്ട് BJPയുടെ വെച്ചുകൊണ്ടാണ്, 38-40 വോട്ടാണ് ഈ അവരുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അതിൽ സിംഹഭാഗവും BJPയുടെ ആണ്. അപ്പോൾ BJPയുടെ മൂലധനം നിക്ഷേപത്തിൽ വെച്ചുകൊണ്ടാണ് ഈ കളി നടത്തിയിട്ടുള്ളത്. ആ കളിക്ക് ആവശ്യമായ ബാക്കി എല്ലാ കരുക്കളും അവിടെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇത് ഈ നമ്മുടെ നാട്ടിലെ ഭരണഘടന ഉറപ്പ് ചെയ്യുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ അതിൻ്റെ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ആ ഘടകവിരുദ്ധമായ നീക്കങ്ങൾക്ക് ഇന്നലെ നല്ലൊരു അടി കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഈ ഇന്ത്യയിലെ ജനാധിപത്യ കക്ഷികൾ മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളാകെ ആശ്വാസം കൊള്ളുന്നതും ഈ തരത്തിൽ ഇനി ഗുജറാത്തിലെ രാഷ്ട്രീയം നീങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. അത് ഇങ്ങനെ രാഷ്ട്രീയം ഒരല്പം ഊർജ്ജം നേടി അവിടെ ഒരു പ്രതിപക്ഷം എന്ന നിലക്ക് കുറെക്കൂടെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ദേശീയ തലത്തിലെ ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും വളരെ കൃത്യമായ അല്ലെങ്കിൽ വളരെ പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിക്കുന്ന അല്ലെങ്കിൽ പറയുന്നൊരു കാര്യം, അമിത്ഷാ എന്ത് കളിയാണോ കളിച്ചുകൊണ്ടിരുന്നത് അതേ കളിയിൽ പ്രാവീണ്യമുള്ള ഒരാളാണ് ഈ പറയുന്ന അഹമ്മദ് പട്ടേൽ. അദ്ദേഹം ഈ കളി പലതവണയായിട്ട് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അമിത്ഷായെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുക എന്നത് അത്രയ്ക്ക് ധാർമ്മികമായിട്ടുള്ള കാര്യമായിരിക്കുകയില്ല അഹമ്മദ് പട്ടേലിനെ എന്ന് മാത്രമല്ല, ഒരു BJPയുടെ വോട്ട് ഈ പാട്ടീദാർ വിഷയത്തിൽ തെറ്റി നിൽക്കുന്ന ഒരു BJP MLAയുടെ വോട്ട് ഈ വശത്തേക്ക് കൊണ്ടുവന്നതും ഇതിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനാധിപത്യത്തിന് സന്തോഷകരമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു കുഴപ്പം പിടിച്ച സംഗതി കൂടെ നടന്നതിന് ശേഷമാണത് പറയുന്നത് എന്ന് പറയുന്ന നിരീക്ഷകരുമുണ്ട്. അല്ല സനീഷെ, അതിനകത്ത് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. എനിക്കല്പം സമയം വേണം. അങ്ങനെയൊക്കെ നിരീക്ഷണം നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് മുദ്രാവാക്യം ഉണ്ടോ? എന്താ BJP കോൺഗ്രസിനെ ഏത് കാലത്ത് നിങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചേ? BJP മുക്ത ഭാരതം, അതല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി മുക്ത ഭാരതം, കേരളം, ഞങ്ങളങ്ങനെ മുദ്രാവാക്യം ഉയർത്തിയിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ജനാധിപത്യത്തിൽ അവരുടെ എതിർ ശബ്ദങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് മുൻകാലങ്ങളിൽ കാണിച്ചതാണ് ഇപ്പോൾ ഇവിടെ അമിത്ഷാ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശുദ്ധ അസംബന്ധമാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഇങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മോശമായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഓമന പേരിട്ടുകൊണ്ട് ജാതിയും വർഗീയതയും എന്തൊക്കെ ഭരണഘടന ഉറപ്പാക്കുന്നു അതൊക്കെ തന്നെ തമസ്കരിച്ച് മുന്നോട്ട് നീങ്ങി ഇവിടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അമിത്ഷാ ഒരു വഴിക്ക് നിൽക്കുന്നു. ഇപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഞാൻ രാജ്യസഭയിലോട്ട് വരുമ്പോൾ അവിടെ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ കാര്യ സെക്രട്ടറി കാണരുത് എന്ന്
പ്രഖ്യാപിച്ച ഒരാളാണ് അമിത്ഷാ. അതെന്ത് നെഗറ്റീവായിട്ടുള്ളൊരു ശബ്ദമാണ്? ഏത് രീതിയിൽ കാണരുതെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്? അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം സാധൂകരിക്കുന്നതിന് വേണ്ടി എല്ലാ കച്ചവടങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? മറ്റൊന്ന്, അപ്പോൾ ഇപ്പോൾ BJPയുടെ ഒരാൾ മാറി വോട്ട് ചെയ്തു എന്ന് പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം, പട്ടേൽ സമുദായത്തിൻ്റെ ഇഷ്യൂ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഗുജറാത്തിൽ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഭരിക്കുന്ന കോൺഗ്രസ് ഒന്നുമല്ല. പട്ടേൽ സമുദായത്തിന് ഈ കാലം അത്രയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അവരുടെ സംവരണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാമെന്ന് പറഞ്ഞുകൊണ്ടും സമർത്ഥമായി അതിൽ നിന്ന് അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ മാറിയിട്ടുള്ളത് BJPയാണ്. അത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ഹാർദിക് പട്ടേലിൻ്റെ അടക്കം നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആകമാനം അവർ നടത്തിയിട്ടുള്ള പല സ്ഥലങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലടക്കം ഹാർദിക് പട്ടേൽ പോയിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, ജിഗ്നേഷ് മേവാനിയെ പോലെയുള്ളവർ ഇന്ന് ഗുജറാത്തിലെ രാഷ്ട്രീയത്തിൻ്റെ നേരെ ഉയർത്തുന്ന വലിയ ചോദ്യചിഹ്നങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടുത്തെ സാമുദായികമായി കാലങ്ങളായി നിലകൊള്ളുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി വോട്ട് ചെയ്തിട്ട് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുകയാണ്. കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ടാണ് പട്ടേൽ സമുദായത്തിൻ്റെ പ്രതിനിധിയായി തന്നെയാണ് ഞാൻ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്, പട്ടേൽ സമുദായത്തെ വഞ്ചിച്ചതിനാൽ BJPക്കെതിരെ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് അതിപ്പോൾ അമിത്ഷായുടെ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും രണ്ടും ഒന്നാണ് എന്നൊക്കെ വിലയിരുത്തരുത് ന്യൂസ് 18 പോലെയുള്ള ചാനലുകളിൽ. ഞാൻ പറഞ്ഞത്, അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം വളരെ സുതാര്യം തന്നെയാണ്. കോൺഗ്രസ് ഒരിക്കലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ശബ്ദം, ജനാധിപത്യത്തെ തോൽപ്പിക്കുന്ന ഒരു നെഗറ്റീവ് ശബ്ദവും എങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്ക്. ഇതാണോ? അപ്പോൾ ഇവിടെ മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ട് ഏത് രീതിയിലായാലും കൊള്ളാം, മുക്ത കൊന്നാലും വേണ്ടിയില്ല. ശ്രീമതി ഷാനിമോൾ ഉസ്മാനും ശ്രീ KVS ഹരിദാസും തുടരുന്നുണ്ട്. ഒപ്പം ടെലഫോണിൽ ശ്രീ ആനന്ദ് കൊച്ചുകൂടി, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനും, അദ്ദേഹം കൂടെ ടെലഫോണിൽ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ആനന്ദ്, എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ അഹമ്മദ് പട്ടേലിനെ തോൽപ്പിക്കണം എന്ന് ഇത്രമേൽ അഭിമാന പ്രശ്നമായിട്ട് BJP, പ്രത്യേകിച്ചും അമിത്ഷാ എടുത്തത്? അദ്ദേഹത്തിൻ്റെ തോൽവി, ഈ ഫലം വരുന്ന അവസാന മണിക്കൂറുകളിൽ പോലും അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അമിത്ഷാ അഹമ്മദ് പട്ടേൽ തോൽക്കും എന്ന വാർത്ത എന്നാണ് മാധ്യമങ്ങളിലുള്ളത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ അഹമ്മദ് പട്ടേലിനെ തോൽപ്പിക്കാൻ ഇത്രമേൽ അധ്വാനം അദ്ദേഹം ചെലവഴിച്ചത്? ഏത് നിലക്ക് കോൺഗ്രസിന് ഊർജം നൽകുന്നതാണ് ഈ വിജയം? ഇത് അഹമ്മദ് പട്ടേൽ സോണിയാഗാന്ധിയുടെ ഒരു പ്രോക്സി എന്ന നിലയ്ക്കാണ് അമിത്ഷാ കാണുന്നത്, അല്ലെങ്കിൽ BJP നോക്കിക്കാണുന്നത്. അഹമ്മദ് പട്ടേലിനെ തോൽപ്പിച്ചാൽ അത് ഒരു തരത്തിൽ സോണിയാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തന്നെ തോൽവി ആകും എന്ന രീതിയിലാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവര് കണക്കുകൂട്ടിയത്. അഹമ്മദ് പട്ടേലിനെ പോലെ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ പോലും വിജയിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഗുജറാത്തിലെ ഇപ്പോൾ തന്നെ അവരുടെ സ്ഥിതി വളരെ മോശമാണ്. 20 വർഷമായിട്ട് കോൺഗ്രസ് ഗുജറാത്തില് അവർക്ക് ഭരണമില്ല. അപ്പോ ഈ ഇത്തവണ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും ശങ്കർ സിംഗ് വഘേലയുടെ റെബല്യൻ കഴിഞ്ഞ് ഇപ്പൊ കോൺഗ്രസ് വീണ്ടും ഒരു പ്രശ്നത്തിലെത്തി നിൽക്കുന്ന സമയത്ത് അഹമ്മദ് പട്ടേലിനെ കൂടെ തോപ്പിച്ചാൽ കോൺഗ്രസിന്റെ ഈ ഡിസംബറിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാണ് ഗുജറാത്തില്. ആ ഇലക്ഷന് മുമ്പേ അവരെല്ലാം ഡിമോറലൈസ് ചെയ്ത് അവർക്ക് ഒരു സാധ്യതയും ഉണ്ടാകാത്ത രീതിയിൽ പ്രൈമറി ഓപ്പോസിഷൻ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്. അവിടെ മൂന്നാമതൊരു കക്ഷിയില്ല. അവിടെ ബൈപോളർ സിസ്റ്റം ഏകദേശം ഒരു 2 പാർട്ടികൾ മാത്രമാണ്. ആം ആദ്മി പാർട്ടിയൊക്കെ ഇപ്പോൾ മത്സരിക്കാനേ ഇല്ല, അവർ രംഗത്തേ ഇല്ല. അപ്പോൾ അഹമ്മദ് പട്ടേലിനെ തോൽപ്പിച്ചാൽ കോൺഗ്രസിനെ തോൽപ്പിക്കും ഗുജറാത്തിലെ അസംബ്ലി ഇലക്ഷൻ. അത് കൂടാതെ സോണിയാഗാന്ധി ആണ് പ്രധാന ടാർഗറ്റ്. സോണിയാഗാന്ധിയെ തോൽപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ആനന്ദ്, ഒപ്പം ചില ആളുകൾ ആനന്ദ് ഇങ്ങനെ കൂടെ പറയുന്നുണ്ട്, ഈ പാട്ടീദാർമാരുടെ സമരം, കർഷക പ്രക്ഷോഭം, മറ്റു തരത്തിലുള്ള പ്രതിസന്ധികൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 20 വർഷമായിട്ട് ഭരിക്കുന്ന ഈ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരവുമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു എഡ്ജ് കിട്ടിയേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന രാഷ്ട്രീയമായ തോന്നൽ കൂടിയാണ്. അല്ലാതെ വ്യക്തിപരമായിട്ട് അഹമ്മദ് പട്ടേലിനോടുള്ള ശത്രുത മാത്രമല്ല. അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇപ്പറയുന്ന സംഗതികൾക്കൊപ്പം അഹമ്മദ് പട്ടേൽ വിജയിക്കുക കൂടെ ചെയ്താൽ അത് ബുദ്ധിമുട്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊരു തോന്നൽ കൊണ്ട് തന്നെയാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അമിത്ഷാ കണ്ടത് എന്നുകൂടെ പറയുന്ന ആളുകളുണ്ട്. എത്രത്തോളം വസ്തുതയുണ്ട് അതിൽ? അഹമ്മദ് പട്ടേൽ വിജയിച്ചാൽ അതൊരു വലിയ കാര്യമായി തീരില്ലായിരുന്നു. പക്ഷേ ഇത് BJP ഇതിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിപ്പിച്ചു.
ബി ജെ പി ഇത് ഇവർക്ക് അഹമ്മദ് പട്ടേലിന് അല്ലെങ്കിൽ കോൺഗ്രസിന് 57 MLA-മാരുണ്ടായിരുന്നു. അഹമ്മദ് പട്ടേലിന് അതിൽ 46 MLA-മാരുടെ മാത്രം സപ്പോർട്ട് മതിയായിരുന്നു ആദ്യത്തെ കണക്കില്. 152 MLA-മാരുണ്ടായിരുന്ന സമയത്ത് 6 കോൺഗ്രസ് MLA-മാർ ആദ്യം തന്നെ രാജിവെച്ചു. അത് കൂടുതലും ശങ്കർ സിംഗ് വഘേലയുടെ ഫാക്ഷനിലുള്ള ആൾക്കാർ തന്നെയാണ്. അതിലെ ഒരാളെയാണ് പിന്നെ BJP കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിയത്. ഇത് അഹമ്മദ് പട്ടേലിനെ തോൽപ്പിച്ചാൽ അത് ഒരു വലിയ സംഭവമാവും. അഹമ്മദ് പട്ടേൽ ജയിച്ചാൽ ഇത്ര വലിയൊരു കാര്യമാവില്ലായിരുന്നു. പക്ഷേ ഈ ഈഗോയും അത് കൂടാതെ കോൺഗ്രസിനെ ഗുജറാത്തിൽ തോൽപ്പിക്കാനുള്ള ഈ അഹമ്മദ് പട്ടേൽ ജയിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമേ ആവുകയുള്ളായിരുന്നു. പക്ഷേ ഇവരെ BJP ഇതിനെ ഒരു തലത്തിന് മുകളിലേക്ക് ഉയർത്തി ഇതൊരു വലിയൊരു കോൺടെസ്റ്റ് ആക്കി മാറ്റിയപ്പോഴാണ് ഇപ്പോൾ ഇത് ജയവും പരാജയവും ഒക്കെ ഇത്ര വലിയൊരു കാര്യമായി മാറുന്നത്. അദ്ദേഹം ശ്രീ KVS ഹരിദാസ് അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് BJP വർദ്ധിപ്പിച്ച പ്രാധാന്യമാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. BJPയുടെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ BJPയുടെ അമിതമായ അധ്വാനം കൊണ്ട് ഉണ്ടായ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ സംഭവത്തിനുള്ളത്. അതുകൊണ്ടുണ്ടായ ഫലം എന്താണെന്ന് വെച്ചാൽ പാട്ടീദാർമാരുടെ വെറുപ്പുണ്ട്, കർഷക സമരങ്ങളുണ്ട്, മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, ദളിതുകളുടെ പ്രശ്നം അവിടെയുണ്ട്. അങ്ങനെ 20 വർഷമായിട്ട് ഭരിക്കുന്നതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കാനിടയുണ്ട്. നരേന്ദ്രമോദി എന്ന വലിയ അധികായമായിട്ടുള്ള ഒരു നേതൃസ്ഥാനത്തിൻ്റെ ഒഴിവ്, വാക്വം അവിടെയുണ്ട്. അതിന് കണക്കായിട്ടുള്ള ആളുകളല്ല അവിടെ ഉള്ളത്. ഇങ്ങനെയെല്ലാം പലവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ തന്നെ നിൽക്കുന്ന BJPക്ക് ഇതിപ്പോൾ അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തൊരു പ്രാധാന്യത്തോടെ കിട്ടുന്ന ഈ തിരിച്ചടി അത് കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുകയില്ലേ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയങ്ങളെല്ലാം അപ്രസക്തമാക്കുന്നൊരു പിഴവായി മാറിയിട്ടുണ്ട് ഗുജറാത്തിലേത് എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ? കോൺഗ്രസിന്റെ കാര്യം താങ്കളോടല്ല ശ്രീ KVS ഹരിദാസ്, ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. അല്ല സനീഷ്, ഗുജറാത്തിൽ ശരിയാണ് 2 ദശാബ്ദമായിട്ട് BJPയുടെ ഭരണമുണ്ട്. സ്വാഭാവികമായിട്ടും 20 വർഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടാകാവുന്ന ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറൊക്കെ ഉണ്ടാവാം, ഇല്ലാന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം നമ്മളതൊക്കെ കണക്കാക്കിയേ പറ്റുള്ളൂ. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ സനീഷ്, ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഓർമ്മ ശരിയാണ് 87 മറ്റോ ആണ് മധ്യപ്രദേശിൽ ഇതുപോലെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് മധ്യപ്രദേശിലെ BJPയുടെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് 60% പേരെ മാറ്റി. ഓരോ മണ്ഡലത്തിൽ 60 നിലവിലുണ്ടായിരുന്ന 60 MLA-മാരെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ രംഗത്തിറക്കി. ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അവിടെ കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നു, ഞാനത് LK അഡ്വാനിയെ കാണുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനിടയായ ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ അന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം സീനിയറായിട്ടുള്ള അനവധി വർഷങ്ങളായിട്ട് നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം സ്വന്തമാക്കി വച്ചിട്ട പലരെയും മാറ്റി നിർത്തേണ്ടി വന്നു. ചെറുപ്പക്കാരെ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത്തരത്തിൽ BJPക്ക് പരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ പലപ്പോഴും BJPക്കെതിരെ മാത്രമല്ല, ലോക്കൽ MLAക്കെതിരെയുമാവാം. അത്തരത്തിലുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ മുൻകാലങ്ങളിൽ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യാൻ, കണ്ടെത്തി അതിനുള്ള പരിഹാരം കാണാൻ BJP ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ഞാൻ പറഞ്ഞ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ നിലയ്ക്ക് BJPയെ നേരിടാൻ തക്ക ശേഷി കോൺഗ്രസിന് അവിടെ ഇല്ല എന്നതൊരു വസ്തുതയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംസാരിച്ച ആനന്ദ് ഗുജറാത്തിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് അത് അതിനേക്കാൾ നന്നായിട്ട് പറയാൻ കഴിയും. കോൺഗ്രസിന് ആ ശേഷി ഇന്ന് അവിടെ ഇല്ല. പലപ്പോഴും കോൺഗ്രസ് അവിടെ ചെയ്തത് എന്താ സനീഷേ? ഇത് വലിയൊരു ഊർജ്ജമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ വീണ് കിടക്കുന്നിടത്ത് നിന്ന് ഇത്രമാത്രം ഉപദ്രവിക്കപ്പെട്ടതിന് ശേഷം പോലും ഈ പറയുന്ന MLA-മാരെയും കൊണ്ട് ഒളിച്ചോടേണ്ടി വന്നതിന് ശേഷം പോലും വിജയമുണ്ടായത് സ്വാഭാവികമായിട്ടും വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ്. അത് മറ്റു പാർട്ടികൾക്കും BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുന്ന മറ്റു പാർട്ടികൾക്കും ഏതോ തരത്തിൽ സന്തോഷമുണ്ടാക്കുന്നതാണ്. പക്ഷേ നോക്കൂ, ഗുജറാത്തിൽ ഡിസംബറിൽ വരാനിരിക്കുന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇതുണ്ടാക്കില്ല എന്ന KVS ഹരിദാസിൻ്റെ നിലപാടായിരിക്കുകയില്ലേ ശരിയായി വരിക? എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന സംഗതികളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിനെ അതിജീവിക്കാവുന്ന ചില തന്ത്രങ്ങളെങ്കിലും അവരുടെ കൈവശമുണ്ട്. പിന്നീട് അഹമ്മദ് പട്ടേൽ വിജയിച്ചുവെങ്കിലും വളരെ വലിയൊരു മാസിൻ്റെ ലീഡറായിട്ട്, ആൾക്കൂട്ടത്തിൻ്റെ ലീഡറായിട്ട്, നേതാവായിട്ട് ഒരാളവിടെ ഇല്ല. ഇപ്പോഴും ഈ 95-ന് ശേഷം ഭരണം കിട്ടാത്ത ആ നാട്ടിൽ അത്രക്കൊക്കെ കരുത്തു മാത്രമേ കോൺഗ്രസ് ഇപ്പോഴും ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇതൊരു സിംബോളിക്കായിട്ടുള്ള വലിയ സന്തോഷവും വിജയവുമൊക്കെയാണ് എന്ന് പറഞ്ഞാൽ തന്നെയും ഗുജറാത്തിലേക്ക് വിജയിക്കുക എന്നതൊന്നുമല്ല, ഒരല്പം കൂടെ നിലമെച്ചപ്പെടുത്താൻ പോലും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതുകൊണ്ടുണ്ടായിട്ടില്ല എന്ന് സമ്മതിക്കുമോ? എന്നോടാണോ സനീഷ്? താങ്കളോടാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ സത്യത്തിൽ എന്തിനാ ഈ എഴുതാപ്പുറം വായിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യം എന്താ? ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞു, അവിടുത്തെ ആ സർക്കാരിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസി എന്ന് പറയുന്നത് സത്യത്തിൽ അഹങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ഗർവ് കൊണ്ടുണ്ടായതാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കർഷകരുടെ സമരം നടന്നു. ഈ കർഷകരുടെ സമരം നടന്നപ്പോൾ കഴിഞ്ഞ തവണ കർഷകർ ശക്തമായി സമരം ചെയ്തു. അവർ പറയുന്നു അവരുടെ കൃഷി മുഴുവൻ നശിച്ചു എന്ന് പറയുമ്പോൾ കൃഷിമന്ത്രി എന്നെ ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ നിലക്കടല കൃഷി ചെയ്തത് എന്ന് ചോദിക്കും. നിങ്ങളുടെ ചാനലിൽ തൊട്ട് താഴെ കൂടെ വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ചില വാചകങ്ങൾ ഞങ്ങളൊക്കെ തന്നെ 10-35 വർഷമായിട്ട് കേരളത്തിലെ പൊതുരംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആശയപരമായി തന്നെയാണ് ഞങ്ങളൊക്കെ നേരിടുന്നതും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തന്നെ കാണുന്ന വാക്കുകൾ കണ്ടോ? ഉന്മൂലന രാഷ്ട്രീയം. ഈ ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിൽ ഭരണമില്ലല്ലോ ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവാണ്. ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ പ്രസംഗങ്ങൾ നടത്തിയിട്ട് അത് നിങ്ങളുടെ ചാനലടക്കം, നിങ്ങളുടെ ചാനലിനെ വിശ്വസിക്കാമെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലടക്കം ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ കാണിക്കുന്ന അഹങ്കാരം, ഈ അഹങ്കാരം ജനങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി എടുത്ത സമയമാണ്. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോഴ അഴിമതി അടക്കമുള്ളത് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരുപാട് ദിവസമായി ചർച്ച ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ എടുത്ത നടപടി അടക്കം ഇപ്പോൾ കാണുന്നു. ഹവാല ആരോപണമടക്കം കേരളത്തിൽ അങ്ങ് ഡൽഹിയിലെ ഭരണം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കോടിക്കണക്കിന് രൂപ ഹവാല ഇടപാടുകൾ നടത്തിയതടക്കം BJPയുടെ അന്വേഷണ കമ്മീഷനടക്കം പുറത്തുവിടുന്നു. ഇപ്പോൾ ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് എതിർ ശബ്ദം ഉയർത്തുന്ന ആളുകൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണി, ഇതൊക്കെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ധാർമ്മികതയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? അപ്പം ഞങ്ങൾ എന്തായാലും അധികാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള ധാർമ്മികത വിട്ടുള്ള രാഷ്ട്രീയത്തിനില്ല. ശ്രീ KVS ഹരിദാസ് ഏത് രീതിയിൽ അതിനെ വിലയിരുത്തിയാലും വേണ്ടിയില്ല. ഞങ്ങൾ ആശയപരമായിട്ട് തന്നെ ഈ രാജ്യത്ത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഒരിക്കലും ധാർമ്മികമായിട്ടുള്ള അടിത്തറയിൽ നിന്ന് വിട്ടുപോകാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശ്രീ KVS ഹരിദാസ്. സനീഷേ, ഈ ഓരോ പാർട്ടിയും അല്ലെങ്കിൽ ഏത് സംഘടനയായാലും ഓരോ സ്ലോഗൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ BJP, ഇപ്പോൾ നേരത്തെ ഷാനിമോൾ ഉസ്മാൻ സൂചിപ്പിച്ചു, BJP കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വച്ചു. അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാരെ, ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാരെ മുഴുവൻ കൊന്നൊടുക്കണം എന്നല്ല. പക്ഷെ അതിനൊരു മെസ്സേജുണ്ട്. ആ മെസ്സേജ് BJP അണികൾക്ക് നൽകുന്ന ഒരു ആവേശമുണ്ട്. അതേ സമയത്ത് തന്നെ BJPയുടെ പ്രതിയോഗികൾക്ക് നൽകുന്ന ഒരു വെല്ലുവിളിയുമുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിനെ തളർത്തുന്ന ശക്തമായ ഒരു മെസ്സേജ് അതിലുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പലപ്പോഴും ഷാനിമോളിനെ പോലുള്ള കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ കാണിച്ചു തരുന്നത്. എനിക്കതിൽ അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. അവിടെയാണ് അമിത്ഷായ്ക്ക് ഇത്തവണ പിഴച്ചത് എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത്. അവിടെയാണ് ഇത്തവണ അമിത്ഷായ്ക്ക് പിഴച്ചത് എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത്. ദേശീയ തലത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതിനെക്കുറിച്ച് എഴുതുന്നത് അതുകൊണ്ടാണ്. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം വെച്ച് ഇതുപോലെ പാതിരാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിരുന്ന് എങ്ങനെയെങ്കിലും ഈ അഹമ്മദ് പട്ടേലിനെ ഈ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് മുക്തി അല്ലെങ്കിൽ ഒഴിവാക്കി കളയുക എന്നതിന് വേണ്ടി ഇത്രമാത്രം അധ്വാനിക്കുന്ന ആളുകൾ അതൊരു സിംബോളിക്കായിട്ട് അഴിമതി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കുണ്ടാക്കിയത് മാത്രമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്തത്. കോൺഗ്രസിനെ ഏതെങ്കിലും വിധത്തിൽ, ഏത് വിധേനയെങ്കിലും, ആളെ ചാക്കിട്ട് പിടിച്ചാലും പണമെറിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ കോൺഗ്രസിനെ ഇല്ലാതാക്കി കളയണം എന്ന
ഒരു വലിയ വാശിയുണ്ട്. അത് നല്ലതാണ്. വിജയിക്കുന്നിടത്തോളം ആ വാശിക്ക് അങ്ങനെ ഒരു ഗുണപരമായിട്ടുള്ള കാര്യമുണ്ടാകും. പക്ഷേ തോറ്റു പോകുമ്പോൾ അത്രക്കത്ര അടിയായിട്ടാണ് തന്നപ്പെടുക, അത്ര വലിയ തിരിച്ചടിയായിട്ടാണ് തന്നപ്പെടുക. അത് അമിത്ഷായ്ക്ക് കിട്ടുമ്പോൾ ഇപ്പറയുന്ന തരത്തിലുള്ള ആഹ്ലാദ പ്രകടനത്തിൽ ഏർപ്പെടാൻ കോൺഗ്രസ്സുകാർക്ക് ഷാനിമോൾ ഉസ്മാന് ഇതുപോലുള്ള സംസാരങ്ങൾ നടത്താനൊക്കെയുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയ വിജയങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന ഒരു തിരിച്ചടിയായിട്ടുണ്ട് അമിത്ഷായ്ക്ക് ഇത് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ലല്ലോ നമുക്ക്. അതങ്ങനെ സമ്മതിച്ചുകൊണ്ടല്ലേ നമ്മൾ ഈ ചർച്ച തുടരേണ്ടതുള്ളൂ. ശ്രീ KVS. സനീഷ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഗുജറാത്തിൽ മാത്രമല്ല സനീഷേ, നമ്മളൊക്കെ കേരളത്തിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നവരല്ലേ. കോടോത്ത് ഗോവിന്ദൻ നായരെ കേരളത്തിൽ മത്സരിപ്പിച്ച ചരിത്രം നമുക്ക് ഓർമ്മയില്ലേ? കോൺഗ്രസ്സുകാർ തന്നെയല്ലേ സനീഷേ? എന്താ അന്ന് ഉണ്ടായി ഇവിടെ? ഇതിനേക്കാൾ സ്വന്തം പാർട്ടിക്കകത്ത് യുദ്ധം ചെയ്ത് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ മത്സരിച്ച ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ? കോടോത്ത് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്? കെ കരുണാകരൻ്റെ കാലഘട്ടത്തിലല്ലേ? അന്ന് ഷാനിമോൾ ഉസ്മാൻ ഏത് ഭാഗത്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, അനവധി സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ. അതിലൊന്നും പുതുമയില്ല. ചില സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ആ 2 കോൺഗ്രസ് MLA-മാർ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ അപ്പുറത്ത് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ അഹമ്മദ് പട്ടേൽ രാജ്യസഭ കാണില്ലായിരുന്നു, യാതൊരു സംശയമില്ല അതിനകത്ത്. അതിൽ കണക്കൂട്ടലൊന്നും BJP-യുടെ ഒരു കാലത്തും തെറ്റിയിട്ടില്ല. ഈ അമിത്ഷായുടെയും കണക്കൂട്ടൽ തെറ്റിയിട്ടില്ല. വളരെ 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 കാൽക്കുലേറ്റഡ് ഗെയിമായിരുന്നു അത്. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഇത്തരം കാൽക്കുലേറ്റഡ് ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നത് എളുപ്പമല്ല. പക്ഷേ ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡു ഇറ്റ്. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ കേരളത്തിലും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് തെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഇവിടെ കുറേയേറെ പാഠങ്ങൾ അമിത്ഷാ BJP നേതൃത്വം പഠിച്ചിട്ടുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ആ രണ്ട്, അതായത് ഈ കാര്യങ്ങൾ വോട്ട് ചെയ്തതിനു ശേഷം ബാലറ്റ് പൊക്കിപ്പിടിക്കുന്ന പോലെയുള്ള ആളുകളെ എടുക്കാതിരിക്കുക, ഇനി എടുത്താൽ തന്നെയും ആ കാര്യം പറഞ്ഞു മാത്രം വോട്ട് ചെയ്യാൻ വിടുക എന്നതുപോലുള്ള നിസ്സാരം എന്ന് തോന്നിക്കുന്ന പാഠങ്ങൾ പോലും പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന തോന്നലുണ്ടാക്കിയൊരു സംഭവമായിട്ടാണ് BJP-യും അമിത്ഷായും ഈ കാര്യങ്ങളെ കാണുക. അതുകൊണ്ട് തന്നെ കുറെക്കൂടി കടുത്ത നിലക്ക് ഇവരെ നേരിടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം. ദേശീയ തലത്തിൽ വലിയ ഊർജ്ജമുണ്ടാക്കിയിട്ടുണ്ട് അഹമ്മദ് പട്ടേലിൻ്റെ വരവ് എന്ന തോന്നലുണ്ടാകാമെങ്കിലും കുറെക്കൂടെ ശക്തമായിട്ട് കോൺഗ്രസിനെ നേരിടാനായിരിക്കും BJP ശ്രമിക്കുക. അതിനെ അതിജീവിക്കാനാകുമോ? ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ ഗുജറാത്തിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ വാചകം തന്നെ ഞാൻ അവസാനം പറയാം. അഹമ്മദ് പട്ടേൽ രാജ്യസഭയിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എന്തോ ഒരു വലിയ സംഭവം നടന്നു എന്നുള്ളത് കാണുന്നത് അമിത്ഷായുടെ കുതന്ത്രത്തിന് തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതിനെയാണ്. അപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനേക്കാൾ വലുതായി ജനാധിപത്യ വിശ്വാസികൾ ഇന്നലെ മുതൽ ബഹുമാന്യനായ ശ്രീ KVS ഹരിദാസ് ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായതുകൊണ്ട് അദ്ദേഹവും പല മാധ്യമങ്ങൾ കാണും. ഞാനും ഇന്നലെ കഴിയുന്നത്ര ഭാഷയിൽ അറിയാവുന്ന ഭാഷകളിലുള്ള മാധ്യമങ്ങളുടെ വിലയിരുത്തലുകളൊക്കെ കണ്ടതാണ്. BJP-ക്ക് വേണ്ടി അമിത്ഷായ്ക്ക് വേണ്ടി കുഴലൂത്ത് നടത്താൻ വിധിക്കപ്പെട്ടവരൊഴികെ ഇന്ത്യയിൽ അഭിപ്രായം പറഞ്ഞ മുഴുവൻ ആളുകളും ജനാധിപത്യ ധ്വംസനത്തിനെതിരായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ അഹമ്മദ് പട്ടേലിൻ്റെ വിജയത്തെ പർവ്വതീകരിച്ച് കാണുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ തന്നെയാണ്. അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ അതിനെ കാണുകയാണ്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന പോലും ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിങ് ഇത് യഥാർത്ഥത്തിൽ കള്ളത്തരമാണെന്നും ഇത് യഥാർത്ഥത്തിൽ കാപട്യമാണെന്നും ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തിന് ദ്രോഹപരമാണെന്നും ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ പച്ചയായിട്ടുള്ള ധ്വംസനമാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിങ് ഇന്ത്യയിൽ എവിടെയും ആവർത്തിക്കാൻ ഇവിടുത്തെ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന് കഴിയില്ല. അതിനകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്ന എതിർ ശബ്ദങ്ങൾ കൂടി
കാണാതെ പോകരുത്. വളരെ നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ KVS ഹരിദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ശ്രീ CP നാരായണനും ശ്രീ ആനന്ദ് കൊച്ചുകുടിക്കും നന്ദി. വളരെ വലിയ ശുഭാപ്തി വിശ്വാസമാണ് ഷാനിമോൾ ഉസ്മാൻ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത്ര വലിയ ശുഭാപ്തി വിശ്വാസത്തിന് ഇടമുണ്ടോ ഈ സാഹചര്യത്തിൽ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും. എങ്കിൽ തന്നെയും കോൺഗ്രസിന് അവർ പ്രകടിപ്പിക്കുന്നത് പോലുള്ള വലിയ ആത്മവിശ്വാസത്തിന് കാരണമായിരിക്കുകയാണ് ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. അത് പക്ഷേ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ കണക്കുകൂട്ടലുകളിൽ പിഴച്ചതല്ല എന്ന BJPയുടെ വാദം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ BJP അതിനെ നിയമപരമായി നേരിടാനും പോവുകയാണ്. വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വാർത്തകൾ ഇനിയും ഉണ്ടാവുക തന്നെയാണ് ചെയ്യുക. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷനെതിരെ നിയമ നടപടിയുമായി BJP. വോട്ട് അസാധുവാക്കിയതിനെ ചോദ്യം ചെയ്യും. BJP ചെയ്തത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യമെന്ന് അഹമ്മദ് പട്ടേൽ ന്യൂസ് 18നോട്. കൂറുമാറിയ MLA-മാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ BJPക്കും കോൺഗ്രസിനും ആശയക്കുഴപ്പം. സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ സർക്കാർ ഫീസ് അംഗീകരിച്ച് ഹൈക്കോടതി. 5 ലക്ഷം രൂപ ഫീസ് വാങ്ങാം. ഓരോ കോളേജിന്റെയും ഫീസ് ഘടന നാളെ പ്രഖ്യാപിക്കണം. പ്രവേശന നടപടികൾ തുടരാനും ഹൈക്കോടതിയുടെ അനുമതി. വിധിയിൽ സന്തോഷമെന്ന് ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോഴ റിപ്പോർട്ട് ചോർത്തിയതിൽ BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനെതിരെ നടപടി. സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. നടപടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം. പരിപാടിയൊക്കെ ഒന്ന് നിർത്തിക്കേ. തെക്കോട്ടെടുക്കണ്ടേ? വാട്സക്കരയായി എന്ന് തുടങ്ങിയതായി ഈ കലാപരിപാടി. കനിമ്പൻ സതീശന്റെ കൊലപാതകം മുതൽ തുടങ്ങിയതല്ലേ? കോടിയേരിക്കെതിരെ ഭീഷണി പ്രസംഗവുമായി ശോഭാ സുരേന്ദ്രൻ. വയസ്സ് എത്രയായി, തെക്കോട്ടെടുക്കണ്ടേ എന്ന് ചോദ്യം. ശിഷ്ടകാലം പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നും ഉപദേശം. പാർലമെന്റിൽ BJPയെ കടന്നാക്രമിച്ച് സോണിയാഗാന്ധി. ദേശസ്നേഹം പറയുന്നവർ സ്വാതന്ത്ര്യ സമരകാലത്ത് എവിടെയായിരുന്നുവെന്ന് സോണിയ. ബ്രിട്ടീഷുകാരെ പുറത്താക്കിയതുപോലെ അഴിമതിയെയും തുടച്ചു നീക്കണമെന്ന് പ്രധാനമന്ത്രി. ഖത്തറിലെത്താൻ ഇനി വിസ വേണ്ട. ഇന്ത്യ അടക്കം 80 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ഇളവ്. ഖത്തറിലെത്തിയ ശേഷം വിസ നേടാൻ സംവിധാനം. നടപടി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി.